ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് ചേമ്പിൻ താളുകൊണ്ട് ഒരു തോരനാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കർക്കിടക മാസം തുടങ്ങായി. ഇനി ഇതുപോലെയുള്ള ഓരോ തോരനുകളും അതുപോലെ തന്നെ ഇലക്കറികളും ഒക്കെയാണ് കേട്ടോ നമ്മൾ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് ഉൾപ്പെടുത്തേണ്ടത്. അപ്പോൾ നമുക്ക് ഇന്ന് ഇത് എങ്ങനെയാണ് തയ്യാറാക്കണതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ദേ ഇവിടെ നമുക്ക് ആവശ്യമുള്ള താളൊക്കെ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയ കഷ്ണങ്ങളായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് കഴുകി അതിലെ വെള്ളമൊക്കെ ഒന്ന് പിഴിഞ്ഞ് കളയാം. ഇനി തോരൻ തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മൺചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ല പോലെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇനി അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ ഒന്ന് പൊട്ടി വരട്ടെ. ഇനി അതിലേക്ക് ചെറിയുള്ളിയും അതുപോലെ ഒരു ചെറിയ അല്ലി വെളുത്തുള്ളി ഉണ്ടല്ലോ, അതും കൂടി നല്ല പോലെ ഒന്ന് ചതച്ച് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേപ്പിലയും അതുപോലെ നല്ല എരിവുള്ള ഒരു പച്ചമുളക് ഇങ്ങനെ കട്ട് ചെയ്തും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മളുണ്ടല്ലോ ഈ ഒരു തോരനിലേക്ക് എരിവിനായിട്ട് മുളക് പൊടിയോ അങ്ങനെ ഒന്നും ചേർക്കണില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന താളുണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. നമ്മൾ ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർത്ത് കൊടുക്കണില്ല. എന്നാലും താളിൽ നിന്ന് തനിയെ വെള്ളം ഇതുപോലെ ഇങ്ങനെ ഇറങ്ങി വരും കേട്ടോ. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി താളൊക്കെ ഒന്ന് നല്ല പോലെ വാടി വരുന്നത് വരെ നമുക്കൊന്ന് ഹൈ ഫ്ലെയിമിൽ വെച്ച് ഇതുപോലെ ഇളക്കി കൊടുക്കാം. ഇനി ഞാനുണ്ടല്ലോ ഇതിലേക്ക് ഒരല്പം കുരുമുളക് പൊടി ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ, ഇപ്പോൾ ഇതിൽ നിന്ന് ആ വെള്ളത്തിൻ്റെ ഒരു അംശമൊക്കെ പോയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് തേങ്ങാപ്പീര ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ഒരു ബൗളിൽ അര ബൗള് തേങ്ങാപ്പീരയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. വീണ്ടും ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ കൂടി ഒന്ന് തൂക്കി കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോഴേക്കും താള് തോരൻ തയ്യാറായിട്ടുണ്ട്. കർക്കിടക മാസത്തിൽ ഇതുപോലെയുള്ള ഓരോരോ സാധനങ്ങളും നമ്മൾ തയ്യാറാക്കി കഴിക്കണം കേട്ടോ. അതൊക്കെ നമ്മുടെ ശരീരത്തിന് ഒത്തിരി ഗുണങ്ങൾ കിട്ടുന്നതാണ്. ഇതൊക്കെ പറ്റുന്നവർ ഇതുപോലെയൊക്കെ തയ്യാറാക്കി കഴിക്കാനായിട്ട് ശ്രമിക്കണം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.